എന്താണ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്? 1960കളുടെ മധ്യം മുതൽ ലോകത്തുണ്ടാകുന്ന വലിയ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. അതിന് വളരെ കൃത്യമായ സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം, എല്ലാ മനുഷ്യർക്കും സമത്വവും സ്വാതന്ത്ര്യവും നീതിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആധുനിക ലിബറൽ ജനാധിപത്യത്തിലും എല്ലാവിധ അധികാരത്തിൽ നിന്നും പദവിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന പാർശ്വവൽകൃത വിഭാഗങ്ങൾ തങ്ങളുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ച് ലോകത്തോട് സ്വയം സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ലോകത്ത് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു വന്നത്. ലോകത്ത് കറുത്തവർ, ബ്ലാക്സ്, അതുപോലെ സ്ത്രീകൾ, വംശീയ ന്യൂനപക്ഷങ്ങൾ, ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവർ, ആദിമ ഗോത്രങ്ങൾ, ട്രാൻസ് വിഭാഗങ്ങൾ, ഇവരെല്ലാം തങ്ങളുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ച് ലോകത്തോട് സംസാരിക്കുവാൻ പുതിയൊരു സ്പേസ് കണ്ടെത്തിയതിലൂടെയാണ് പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഉയർന്നു വന്നത്. യൂറോപ്യൻ, അമേരിക്കൻ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകൾക്കകത്താണ് പുതിയ സ്വത്വ പ്രവണതകൾ രൂപപ്പെട്ടു വന്നത്. ജനാധിപത്യ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും വാഗ്ദാനം ചെയ്തെങ്കിലും അത് നിറവേറ്റാൻ കഴിയാതെ വന്നപ്പോൾ ഈ അധികാരത്തിൽ നിന്നും സ്വത്തിൽ നിന്നും പദവിയിൽ നിന്നുമെല്ലാം പുറത്തു പോകേണ്ടി വന്ന അനാഥരായ വിഭാഗങ്ങൾ ലോകത്തോട് സംസാരിക്കാൻ കണ്ടുപിടിച്ച പുതിയൊരു മാർഗമായിരുന്നു പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന പ്ലാറ്റ്ഫോം. ഈ ഘട്ടത്തിലും ഭീകരമായ അസമത്വം നേരിട്ട ഈ ജനതയ്ക്ക് വ്യക്തികൾ എന്ന നിലക്ക് രാഷ്ട്രത്തോടോ ലോകത്തോടോ സമൂഹത്തോടോ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് സ്വത്വ പ്രസ്ഥാനങ്ങളായിട്ടാണ്, ഐഡൻറ്റിറ്റി മൂവ്മെൻറ്റുകളായിട്ടാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. അങ്ങനെ ലോകത്തെമ്പാടുമുണ്ടായ ആധുനിക ലിബറൽ ജനാധിപത്യ രാഷ്ട്ര വിമർശനത്തിൻ്റെ ഭാഗമായി വിവിധ സ്വത്വ പ്രസ്ഥാനങ്ങളായാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. ഇത്തരം പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ലോകത്തിന് ആധുനിക ലിബറൽ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് സംഭവിച്ച അടിസ്ഥാനപരമായ കാര്യം, ഇന്നലെ വരെ നമ്മൾ ലോകത്തെക്കുറിച്ച് ധരിച്ചു വെച്ച എല്ലാം ഒന്നൊന്നായി അഴിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ലോകത്ത് കറുത്തവർ, ബ്ലാക്സ് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ആഫ്രിക്ക ഇരുണ്ടതല്ല എന്ന് ലോകത്തിന് മനസ്സിലായത്. യൂറോപ്പ് സൃഷ്ടിച്ച ഇരുണ്ട ആഫ്രിക്ക എന്ന സങ്കല്പത്തെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ തുടങ്ങുന്നത് കറുത്തവർ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ്. ഞങ്ങളുടെ ക്രിസ്തു കറുത്തതാണ് എന്ന് അവർ പറയുമ്പോഴാണ് എല്ലാ ആധുനിക ഉപബോധത്തെയും തച്ചു തകർക്കുന്നത്. സ്ത്രീകൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ജെൻഡർ ജസ്റ്റിസിനെ സംബന്ധിച്ച പുതിയ അറിവിലേക്ക് ലോകം കടക്കുന്നത്. അന്നുവരെ സാധാരണയായി കണ്ടിരുന്ന പല കാര്യങ്ങളും അക്രമങ്ങൾ ആയിരുന്നു എന്ന് അപ്പോഴാണ് ലോകത്തിന് തന്നെ മനസ്സിലായത്. ഇന്ത്യയിലെ ദളിതർ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ഇന്ത്യക്കാർ വളരെ പാവനമായി കണ്ടിരുന്ന ജാതി പ്രവണത വളരെ ക്രിമിനലായിരുന്നു എന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ സാമൂഹിക സങ്കല്പങ്ങളെയും മനുഷ്യ സങ്കല്പങ്ങളെയും മാറ്റി ആവിഷ്കരിക്കുന്ന കാര്യമായിരുന്നു പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ന്യൂ സോഷ്യൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1960കളിൽ ഉണ്ടായ, ലോകത്ത് തന്നെ ഉണ്ടായ പുതിയ പ്രവണതയായിരുന്നു. ആധുനിക ജനാധിപത്യ സംവിധാനങ്ങൾ എല്ലാ മനുഷ്യർക്കും നീതിയും സ്വാതന്ത്ര്യവും സമത്വവും ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആധുനിക ജനാധിപത്യ രാഷ്ട്ര വ്യവസ്ഥയിലും പുറത്താക്കിയ മനുഷ്യർ തങ്ങളുടെ പങ്ക് ചോദിച്ചു വന്നതിനെയാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. 1960കളിലാണ് ഈ ഒരു പ്രവണത ലോകത്തുണ്ടായത്. ലോകത്തെ ബ്ലാക്സ്, സ്ത്രീകൾ, അധസ്ഥിത ജനവിഭാഗങ്ങൾ, അതുപോലെ ട്രാൻസ് വിഭാഗങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ തങ്ങളുടെ പങ്ക് ചോദിച്ചതിനെയാണ്, തങ്ങളുടെ പങ്ക് ചോദിച്ചുകൊണ്ട് സ്വത്വ പ്രസ്ഥാനങ്ങളായി ഉയർന്നു വന്നതാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെന്ന ലോകത്ത് പുതിയ പ്രവണത ഉണ്ടായത്.
ഇനി നമ്മൾ പറയുന്നത് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യയിൽ ഉണ്ടായ ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. 1960-കൾക്ക് ശേഷം ലോകത്ത് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു എന്ന് നാം പറയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും 1970-കളുടെ തുടക്കം മുതൽ തന്നെ പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. ഈ പ്രസ്ഥാനങ്ങൾ, പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകളുടെയോ അല്ലെങ്കിൽ ആ പാർട്ടികളുടെ ബഹുജന സംഘടനാ സംവിധാനങ്ങളുടെയോ നേതൃത്വത്തിലല്ല ഉണ്ടായി വന്നത്. അതേ സമയത്ത് ബഹുജനങ്ങളാൽ, ആ ബഹുജനങ്ങളുടെ സിവിൽ സമൂഹത്തിൽ നിന്നാണ് പരിണമിച്ചുകൊണ്ട് ഉയർന്നു വന്നത്. ഈ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകതയും അതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴിലല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലല്ല, അതിനപ്പുറത്തേക്ക് ബഹുജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പാർട്ടികൾ ഉയർന്നു വരുന്നത്. ഈ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു പുതിയ വ്യവഹാരത്തിന് തുടക്കമിട്ടു. തെരഞ്ഞെടുപ്പുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാതിനിധ്യ സ്ഥാപനങ്ങൾക്കുമപ്പുറം അവർ രാഷ്ട്രീയത്തിൻ്റെ രംഗം തന്നെ വിപുലീകരിച്ചു. തെരഞ്ഞെടുപ്പുകളും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിലെ പ്രാതിനിധ്യ സ്ഥാപനങ്ങൾക്കുമപ്പുറം അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രംഗം കൂടുതൽ വിപുലീകരിക്കുകയാണ്. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല, സാമൂഹ്യ പ്രശ്നങ്ങളിലായിരുന്നു ഈ പാർട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഉപജീവന മാർഗം, വിലക്കയറ്റം, അഴിമതി, ഭരണകൂട അതിക്രമങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, പട്ടികജാതി പട്ടികവർഗ അവകാശങ്ങൾ, വിവരാവകാശം, ഭൂമി കയ്യേറ്റത്തിനെതിരെ, പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി തുടങ്ങിയ കാര്യങ്ങൾ നേരിടുന്നതിന് പുതിയ രാഷ്ട്രീയ സമരമുറകൾ അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. അതല്ലാതെ അധികാര സ്ഥാനങ്ങളിലോ പാർലമെൻ്ററി പ്രാതിനിധ്യങ്ങൾക്കോ വേണ്ടിയല്ല അവർ നിലവിൽ വരുന്നത്. ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭൂരഹിതർ, കർഷകർ, അസംഘടിത തൊഴിലാളികൾ, ആദിവാസികൾ, ദളിതർ, കുടിയിറക്കപ്പെട്ടവർ, ദരിദ്രർ, ചെറുകിട സംരംഭകർ, തൊഴിൽ രഹിതരായ യുവാക്കൾ, വനിതാ സംഘങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങൾ തങ്ങളുടെ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെയാണ് ഇന്ത്യയിൽ പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. പാർലമെൻ്ററി ജനാധിപത്യം, അഴിമതി, ക്രിമിനൽ വൽക്കരണം, അടിച്ചമർത്തൽ, സാമൂഹ്യ പരിവർത്തനത്തിൽ ഭരണകൂടത്തിൻ്റെ പങ്ക് കുറയുന്നതിൽ ജനങ്ങളുടെ അതൃപ്തി തുടങ്ങിയവ ഇന്ത്യയിലും പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഉദയത്തിന് കാരണമായി എന്നാണ് ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ ചിന്തകനായ രജനി കോത്താരി പറഞ്ഞത്. ഏതായാലും ഇന്ത്യയിൽ പ്രധാനമായും നിലവിലുണ്ടായിരുന്ന, അക്കാലത്ത് ഉണ്ടായ വലിയ പ്രസ്ഥാനങ്ങളായി ഉയർന്നു വന്നതിനെയാണ് നമ്മൾ ഇവിടെ എടുത്ത് പരിശോധിക്കുന്നത്. ഒന്ന് ചിപ്കോ മൂവ്മെൻറ്റ്, മറ്റൊന്ന് നർമ്മദാ ബച്ചാവോ ആന്തോളൻ, മറ്റൊന്ന് ഏകതാ പരിഷത്ത്, മറ്റൊന്ന് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, മറ്റൊന്ന് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ, മറ്റൊന്ന് ദളിത് ആദിവാസി മൂവ്മെൻറ്റ്. ആദ്യമായിട്ട് നമ്മൾ ചിപ്കോ പ്രസ്ഥാനത്തെയാണ് നോക്കുന്നത്. ഇന്ത്യയിലെ പാരിസ്ഥിതിക സംരക്ഷണ സമര പ്രസ്ഥാനങ്ങളിലൊന്നാണ് ചിപ്കോ പ്രസ്ഥാനം. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഒരു വിദൂര ഗ്രാമമായ റെനിയിൽ 1973 ഈ പ്രസ്ഥാനം ഉണ്ടായത്. വില്ലേജിനോട് ചേർന്നുള്ള വനത്തിൽ മരം വെട്ടാൻ സർക്കാർ ലൈസൻസുമായി വനം കരാറുകാർ എത്തിയതാണ് സംഭവത്തിന് കാരണമായത്. ഗ്രാമത്തിലെ സ്ത്രീകളായിരുന്നു കരാറുകാരെ വെല്ലുവിളിച്ചത്. മരം വെട്ടുന്നയാളുടെ കോടാലിയിൽ നിന്ന് മരങ്ങളെ സംരക്ഷിക്കാൻ അവർ മരങ്ങളെ ആലിംഗനം ചെയ്തു നിന്നു. അതുല്യമായി ചെറുത്തുനിൽപ്പ് മറികടക്കാനാകാതെ കരാറുകാർ പിൻവാങ്ങേണ്ടി വന്നു. ഗ്രാമീണർക്ക് ഈ വനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഉപജീവന പ്രശ്നമാണ്. ആ വനത്തിൽ നിന്ന് അവർക്ക് ഇന്ധനം ലഭിക്കുന്നു, കാലിത്തീറ്റ ലഭിക്കും. ഇന്ധനം എന്ന് പറയുന്നത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള വിറക് ലഭിക്കുന്നു, കാലിത്തീറ്റ ലഭിക്കുന്നു, ഔഷധ സസ്യങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഉറവിടങ്ങളും ഈ എക്കോളജിയിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അത് സംരക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ജീവൽ പ്രശ്നമാണ്. അതേസമയത്ത് ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക്, കോർപ്പറേഷനുകൾക്ക് ഇത് ലാഭത്തിന് വെട്ടി അവർക്കത് ലാഭം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിന് അനുവദിച്ചില്ല.
അവിടെയുള്ള സ്ത്രീകളുടെ വലിയ ചെറുത്തുനിൽപ്പ് മഹാസംഭവമായി മാറി. ആത്യന്തികമായി ഗവൺമെൻറ് അവരോട് ചർച്ച നടത്താൻ നിർബന്ധിതരായപ്പോൾ ചിപ്കോ പ്രസ്ഥാനം വലിയ വിജയം നേടി. പ്രധാനമായും സ്ത്രീകൾ സംഘടിപ്പിക്കുകയും ഹിമാലയൻ വനങ്ങളിൽ മരം മുറിക്കുന്നതിന് 15 വർഷത്തെ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ ചെറുത്തുനിൽപ്പിൻ്റെ വിജയം ഇന്ത്യയിലാകെ വലിയ സ്വാധീനമുണ്ടാക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ജീവിതോപാധികളുടെയും അവകാശങ്ങളുടെയും വിഷയത്തിൽ ഇന്ത്യയിലെ ഭാവി പങ്കാളിത്ത പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനമായിട്ട് ഇത് മാറുകയുണ്ടായി. പിന്നീട് നർമ്മദാ ബച്ചാവോ ആന്തോളനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1980കളിൽ ഉയർന്നു വന്ന ഇന്ത്യയിലൊരു സാമൂഹ്യ പ്രസ്ഥാനമാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. നർമ്മദാ നദിയിൽ അണക്കെട്ട് പണിയുന്നതിനെതിരെ ആരംഭിച്ച ജനകീയ പ്രസ്ഥാനമായിരുന്നു ഇത്. സർദാർ സരോവർ അണക്കെട്ട്, നർമ്മദാ സാഗർ എന്നിവ അടക്കം നദിക്കരയിൽ ചെറുതും വലുതുമായ 3000-ഓളം അണക്കെട്ടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടത്. ഈ അണക്കെട്ട് പദ്ധതി സ്ഥാപിച്ചാൽ പ്രദേശത്തെ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. മാത്രമല്ല നർമ്മദാ താഴ്വരയുടെ മുഴുവൻ ജൈവ വൈവിധ്യവും നശിപ്പിക്കുകയും ആയിരക്കണക്കിന് ഏക്കർ വനം കൃഷിയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇതിനെതിരെ മേധാ പട്കറുടെയും നേതൃത്വത്തിൽ അതുപോലെ മറ്റു പാരിസ്ഥിതിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സർക്കാർ ഇതര സംഘടനകളുടെ സഹായത്തിലും വലിയ പ്രതിഷേധം ആരംഭിച്ചു. ബുദ്ധിജീവികൾ, എഴുത്തുകാർ, വിദ്യാർത്ഥികൾ, ശാസ്ത്രജ്ഞർ തുടങ്ങിയ ഇന്ത്യയിലെ വലിയ ജനവിഭാഗത്തിൻ്റെ പിന്തുണയും ഇതിനുണ്ടായി. നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഇന്ത്യയിലും വിദേശത്തുമുള്ള വലിയ പാരിസ്ഥിതിക പ്രവർത്തകരുമെല്ലാം ഈ പ്രശ്നത്തിൽ വലിയ രീതിയിൽ ശബ്ദമുയർത്തി. ഇതിൻ്റെ ഫലമായിട്ട് പ്രകൃതി വിഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനമാവുകയും അതിനെല്ലാം ഒരു കുടക്കീഴിലാക്കി ഐക്യപ്പെടുത്തി ഒരു നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്ന സംവിധാനം, ഒരു പ്രസ്ഥാനം ആക്കുകയും അതൊരു വലിയ വിജയമാവുകയും ചെയ്തു. ഇതും പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഉള്ളതാണ്. മറ്റൊന്ന് ഏകതാ പരിഷത്താണ്. 1991 മധ്യപ്രദേശിലെ ഗോളിയോറിൽ ഏകതാ പരിഷത്ത് ഒരു ജനകീയ സംഘടനയായി ഉയർന്നു വന്നു. 1980കളിലെ വനസംരക്ഷണ നിയമം മൂലം വനമേഖലയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ അതിജീവിക്കാൻ കഴിയാതായി. ഇതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ഭൂമി, വനം, ജലാവകാശം തുടങ്ങിയ പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങളായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ അജണ്ട. വികസന പദ്ധതികൾ കാരണം കുടിയൊഴിക്കപ്പെട്ട ഗോത്രങ്ങളായിരുന്നു അതിൻ്റെ ആരംഭ സമയത്ത് ആ സംഘടനയുടെ അംഗങ്ങളായിട്ടുണ്ടായത്. പരിഷത്ത് അവരുടെ അവകാശങ്ങളുടെ വിഷയങ്ങളിൽ ജനങ്ങളെ അണിനിരത്താൻ തുടങ്ങി. ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിലും ഭൂമിയുടെ മേലുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുമായി അവർ പദയാത്രകൾ, ലോങ് മാർച്ചുകൾ സംഘടിപ്പിച്ചു. 2007 ഒക്ടോബറിൽ ശ്രദ്ധേയമായൊരു ലോങ് മാർച്ച് നടന്നു. ഗോളിയോറിൽ നിന്ന് ആരംഭിച്ച് ന്യൂഡൽഹിയിൽ അവസാനിച്ചു. ദേശീയ ഭൂപരിഷ്കരണ നയം ആവശ്യപ്പെട്ട് 25,000 ഭൂരഹിതരായ ദരിദ്രരും ആദിവാസികളും പാവപ്പെട്ടവരും സ്ത്രീകളും അടക്കം തൊഴിലുറപ്പ് തൊഴിലാളികളും അടക്കം കുട്ടികളും വൃദ്ധരും എല്ലാവരും ചേർന്ന് 350 കിലോമീറ്റർ ദൂരം 20 ദിവസത്തോളം നടന്നു. ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ അവരുടെ ആവശ്യം അംഗീകരിക്കുകയും പ്രധാനമന്ത്രി ചെയർമാനായ ദേശീയ ഭൂപരിഷ്കരണ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു. 2012 ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനത്തിൽ രണ്ടാമത്തെ വലിയ ലോങ് മാർച്ചും അവർ സംഘടിപ്പിച്ചു. ദരിദ്രരും ആദിവാസി സമൂഹങ്ങളും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം 45,000 പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾ ഗോളിയോറിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് ഒരു മാർച്ച് നടത്തി. ഇതും വലിയ ജനശ്രദ്ധ നേടുകയും ഗവൺമെൻറ്റിന് അവസാനം റോഡ് മാപ്പിൽ ഒപ്പിടുകയും ചെയ്യേണ്ടി വന്നു. ചുരുക്കത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദുർബലരുമായ സമൂഹങ്ങളുടെ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിൽ ഇന്ത്യയിലെ ശ്രദ്ധേയമായ പ്രസ്ഥാനമായിട്ട് ഏകതാ പരിഷത്ത് മാറി. ഇതും പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഉദാഹരണമായിട്ട് ഇന്ത്യയിലുണ്ടായതാണ്. മറ്റൊന്ന് മസ്ദൂർ കിസാൻ ശക്തി സങ്കേതനാണ്. 1990 രാജസ്ഥാനിൽ സ്ഥാപിതമായ മസ്ദൂർ കിസാൻ ശക്തി സംഘടന തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യയിലെ ഒരു സാമൂഹ്യ സംഘടനയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിലൂടെ ഭരണത്തിലെ സുതാര്യതയ്ക്കും ഉത്തരവാദിത്വത്തിനും വേണ്ടി വാദിക്കുന്നതിൽ ഈ സംഘടന നിർണായകമായ പങ്കുവഹിച്ചു. സാമൂഹ്യനീതി പ്രോത്സാഹിപ്പിക്കുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഈ സംഘടന സജീവമായി പ്രവർത്തിക്കുന്നു. കൂടാതെ ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ അഴിമതിക്കെതിരെ വിവരാവകാശ പ്രവർത്തനങ്ങളിലൂടെ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്.
ഈ ജനകീയ പ്രസ്ഥാനം ആത്യന്തികമായി രാജസ്ഥാനിൽ വിവരാവകാശ നിയമം 2000 നടപ്പാക്കുന്നതിലേക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. അത് പിന്നീട് ഇന്ത്യയിൽ ഒട്ടാകെ 2005 ഒരു കേന്ദ്ര നിയമം പാസ്സാക്കുകയും ചെയ്തു. ഏതായാലും വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ, അതിനുവേണ്ടി പോരാട്ടം നടത്തിയ വിഭാഗമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാനിലെ ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള വിവരാവകാശ പ്രവർത്തകർക്ക് പ്രചോദനമാവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു. ഇനി ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷനാണ്. 2010 ഒക്ടോബറിൽ മുതിർന്ന ഗാന്ധിയനായിരുന്ന അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ അഴിമതിക്കെതിരായ ഒരു ജനകീയ പ്രസ്ഥാനമായാണ് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ ഉണ്ടായത്. ജൻ ലോക്പാൽ ബില്ലിലൂടെ സർക്കാർ അഴിമതിയെ ചെറുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. 2011 ഏപ്രിൽ 5 ആരംഭിച്ച അണ്ണാ ഹസാരെയുടെ നിരാഹാര സമരം ഉയർത്തിക്കാട്ടിയ ഈ പ്രസ്ഥാനം 2011 ഡിസംബറിൽ പാർലമെൻറ്റിൻ്റെ അധോസഭയിൽ ബില്ല് ചർച്ച ചെയ്ത് പാസ്സാക്കാൻ ഇന്ത്യൻ നിയമനിർമ്മാതാക്കളെ നിർബന്ധിതരാക്കി. ബില്ലിന് 2014 ജനുവരി 1 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഏതായാലും ഈ പ്രസ്ഥാനത്തിന്, ഈ അഴിമതിക്കെതിരെയുള്ള ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലുടനീളം വലിയ ജനകീയ പിന്തുണ ലഭിക്കുകയുണ്ടായി. ഇനി ദളിത് ആദിവാസി മൂവ്മെൻ്റാണ്. അത് നമ്മുടെ പുസ്തകത്തിൽ കൊടുക്കാത്തത് കൊണ്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട സ്വത്വ പ്രസ്ഥാനങ്ങളായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളായിരുന്നു ദളിത് ആദിവാസി പ്രസ്ഥാനം. ഒരുപാട് പ്രസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. ഈ ജയ് ഭീം എന്ന് പറയുന്ന ആശയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അംബേദ്കറൈറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാവുകയുണ്ടായി. അത് വലിയ സ്വാധീനം ഇന്ത്യൻ സമൂഹത്തിൽ ചെലുത്തുകയും ആ സ്വത്വ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ വലിയ പുതിയ സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനും പറ്റും. ഇത്രയുമാണ് നമുക്ക് ഈ മോഡ്യൂളിൽ പറയാനുള്ളത്. ഓക്കെ.